നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജനുവരി മാസം 12-ാം തീയതി മുതൽ ജനുവരി മാസം 17 വരെയുള്ള ഒരാഴ്ചക്കാലം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 14-ാം തീയതി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ മൂല തറവാട്ടിലേക്ക്, അതായത് ജനിച്ച വീട്ടിലേക്ക് അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥലത്തേക്ക് കുറച്ചുനാൾ പോയി തങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്കത്തിലെ 3-4 ദിവസങ്ങൾ ഒന്നുകിൽ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തറവാട് ഭാഗം വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് സ്വന്തം വീട്ടിൽ നിന്ന്, അതായത് കുടുംബ ജീവിതത്തിൽ നിന്ന് കുറച്ചുനാളെങ്കിലും തങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒക്കെ വീട്ടിലേക്ക് മാറി നിൽക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ സകുടുംബം ആകാം, ചിലപ്പോൾ ഈ നക്ഷത്രക്കാർ ഒറ്റയ്ക്ക്, അതായത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഒറ്റയ്ക്ക് തങ്ങളുടെ മാതാവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നതുമാകാം. അങ്ങനെ കുറച്ച് യാത്രകൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ജോലി സ്ഥലത്ത് അധികാരം കുറച്ചുകൂടി വർദ്ധിക്കുമെന്ന് കാണുന്നു. അതിൻ്റേതായ പിരിമുറുക്കമുണ്ടാകും. കടുത്ത ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് ശേഷം, അതായത് 14-ാം തീയതിക്ക് ശേഷം മേലധികാരികളുമായി ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചുപറ്റാനും അതുപോലെ ഉപഹാരങ്ങൾ ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഈ ആഴ്ചയും കാണുന്നില്ല. എന്നാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മാതാവിൻ്റെ വീട്ടുകാർക്കോ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ കുറച്ച് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ. ശേഷം ഇവർക്ക് സാമ്പത്തികമായി നേട്ടം കാണുന്നുണ്ട്. എന്നാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ മുടക്കേണ്ടി വരും എന്ന് കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. പൊതുവെ സാമ്പത്തിക ലാഭം, പ്രവർത്തനത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ മേലധികാരികളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ കർമ്മരംഗം ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടത്തിലും വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ മാതൃകുടുംബത്തിൽ പോയി നിൽക്കേണ്ടി വരികയോ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് ആശങ്കയുണ്ടാവുകയോ ചെയ്യാം. ചിലർക്ക് അത് പിതാവിൻ്റെ കേസിലുമാകാം. രക്ഷാകർതൃത്വം ആർക്കാണോ കൂടുതലുള്ളത് അവരുമായി ബന്ധപ്പെട്ടാണ് ഇതുണ്ടാവുക. അതുപോലെ ഹൃദയം, ശ്വാസകോശങ്ങൾ, തോളല്ലുകൾ, ഈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അവശതകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14-ാം തീയതി പുലർച്ചെ വരെയും പൊതുവെ ഗുണമാണ് കാണുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, അതായത് കാർത്തിക മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് ഗുണമുണ്ടെങ്കിലും തൊട്ട് അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യത, വീട്ടിൽ നിന്ന് ആദ്യത്തെ 2-3 ദിവസങ്ങൾ മാറി നിൽക്കാനുള്ള സാധ്യത, ചിലപ്പോൾ അയൽക്കാരുമായുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അമർഷത്തിനോ അവരുമായി എന്തെങ്കിലും ഒരുമിച്ച് പോകാൻ സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഒരു യാത്ര കാണുന്നു, ഒരു ഹ്രസ്വ യാത്രയാണ്, അത് ഉടൻ തന്നെ തിരിച്ചു വരും. എന്നാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷം കാണുന്നില്ല. ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. പിതാവുമൊത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. തല, അതുപോലെ കണ്ണ്, മൂക്ക്, നാക്ക്, മുഖം, ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക്. പ്രധാനമായും ഇവർക്ക് യാത്ര ഗുണകരമായിട്ട് കാണുന്നുണ്ട്. തൽക്കാലത്തേക്ക്, അതായത് ആഴ്ചയുടെ 2-3 ദിവസം വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. എങ്കിൽ പോലും സാമ്പത്തിക ദോഷം ഒന്നും തന്നെ കാണുന്നില്ല. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കൂടുതൽ വീര്യത്തോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ബന്ധുക്കളും ഒരുമിച്ച്, അല്ലെങ്കിൽ സഹപ്രവർത്തകരും ഒരുമിച്ച്, അതുമല്ലെങ്കിൽ സഹോദരന്മാരും ഒരുമിച്ച്, സഹോദരങ്ങളുമായി ഒരുമിച്ച് ചെറിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഇവർക്കുണ്ടാവുകയോ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ സഹോദരന്മാരെ സഹായിക്കുകയോ സുഹൃത്തുക്കളുടെ ചില വിജയ സംരംഭങ്ങളിൽ പങ്കാളികളാവുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ആഴ്ചയുടെ പകുതിക്ക് ശേഷം കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്.
പൊതുവെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ആഴ്ചയുടെ തുടക്കത്തിലും ആഴ്ചയുടെ അവസാനത്തിലും കാണുന്നുണ്ട്. തങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ഇടപെടുന്ന സ്ഥലങ്ങളിലുമെല്ലാം അല്പം സൂക്ഷിച്ച് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ പരമപ്രധാനമായ കാര്യം. ചില വാക്കുകൾ ഇവർക്ക് ചിലപ്പോൾ പാരയായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായ അവശത ഇവർക്ക് കൂടുതലും ഉണ്ടാകാനുള്ള സാധ്യത മുഖം, തല ഈ ഭാഗത്താണ്. അതുപോലെ നീർവീക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കണ്ണിൻ്റെ താഴ്ഭാഗങ്ങൾ നീര് വരാം. അതുപോലെ തന്നെ പൊതുവേ തുമ്മൽ, ഇപ്പോഴത്തെ കാലഘട്ടവും അതാണ്, മഞ്ഞിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അതൊക്കെ വരാനൊരു സാധ്യത കാണുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 14-ാം തീയതി പുലർച്ചയ്ക്ക് ശേഷം 15, 16 ഉച്ച വരെ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായി ചിന്തിക്കേണ്ടത് തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും നല്ലതായിട്ട് പ്രവർത്തിക്കുക, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക, തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അപ്ലൈ ചെയ്ത് ആ ഒരു രംഗത്ത് കൂടുതൽ ശോഭിക്കുക. ആഴ്ചയുടെ പകുതി ദിവസങ്ങൾ, ആദ്യ പകുതിയിൽ കൂടുതലും അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നു. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സ്, നിരാശ കൈവിടാതെ പ്രവർത്തിക്കാനുള്ള മനസ്സ്, അതുപോലെ തന്നെ ഏറ്റവും നന്നായി ആത്മാർത്ഥമായി പണിയെടുക്കാനുള്ളൊരു മനസ്സ്, ഇതെല്ലാം തന്നെ ഇവർക്കിപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ആദ്യ പകുതിയിൽ. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമൊത്ത് സഹവസിക്കുവാനും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഇടപഴകുവാനും ഇവർക്ക് സാധിക്കും. പൊതുവെ ഇവർക്ക് ഇവരുടെ പങ്കാളിയുമൊത്ത് സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള ഒരു മനസ്സ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ഒരുപോലെ ആകുകയുമില്ല. ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഭിന്നമായ ചില സ്വഭാവങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. അതിനെ നല്ല ദിവസം പൊതുവെ ആണെങ്കിൽ നാം അതിനെ അതിജീവിച്ച് നല്ലതിലേക്ക് വരും. അതല്ല, ചില ദിവസങ്ങളിൽ പൂർണ്ണമായും മോശമാകാറുമൊക്കെ ഉണ്ട്. ഏതു മനുഷ്യനും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമൊക്കെ ആയിട്ട് ഒരു ദിവസം തന്നെ അനേകം പ്രാവശ്യം ഓരോ കാര്യങ്ങൾ മാറുന്നുണ്ടല്ലോ. അതനുസരിച്ച് ചിലപ്പോൾ ചില മൂഡുകളൊക്കെ മാറാം. അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യത്തെ 3 ദിവസങ്ങൾ ഗുണകരമാണ്. പിന്നത്തെ 3 ദിവസങ്ങളോ 4 ദിവസങ്ങളോ ഗുണകരമല്ല എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ബന്ധുമിത്രാദികളുമൊത്തോ സഹപ്രവർത്തകരുമൊത്തോ അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തോ അതുമല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളുമായോ നന്നായി ഇഴുകിച്ചേർന്ന് പോകാനും മനസ്സന്തോഷം ലഭിക്കുവാനുമുള്ള സാധ്യത. സാമ്പത്തിക നേട്ടം കാണുന്നു. വീട്ടിലെ കാര്യങ്ങളിൽ നന്നായി ഇടപഴകുന്നു. വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ ആക്റ്റീവായി നിലകൊള്ളുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആഴ്ചയുടെ 2ാം പകുതി ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പ്രത്യേകിച്ച് അവർക്ക് ഏതെങ്കിലും ദേഷ്യം വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, അതായത് വെള്ളിയും ശനിയും ദിവസങ്ങൾ പൊതുവെ തിരിച്ചുവരവിൻ്റെ, അതായത് വീട്ടിലേക്ക് വീണ്ടും പഴയ സന്തോഷത്തോടെ തിരിച്ചു വരാനും പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാനും ഒക്കെ കാണുന്നു. ഇടയ്ക്കുള്ള ഒരു 1-2 ദിവസം ആണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഉദരസംബന്ധമായും അതുപോലെ തുട, കാൽമുട്ട് ഈ ഭാഗങ്ങളിലുമൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് വാതസംബന്ധമായ അസുഖമുള്ളവർക്ക്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ രക്തചംക്രമണം ശരിയായ രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താത്തവർക്ക്, അത്തരം രോഗങ്ങളുള്ളവർക്ക്, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക്, അനീമിയ പേഷ്യൻസ്, ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. തലചുറ്റൽ, അതുപോലെ തന്നെ അരയ്ക്ക് താഴ്പോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള, മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരുടെ ബന്ധുമിത്രാദികളിൽ ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സഹോദരി സ്ഥാനത്തുള്ളവരും, അതല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർക്കും മാതാവിൻ്റെ വീട്ടുകാർക്കും മാതൃ സഹോദരങ്ങൾക്കും ഒക്കെ സ്ത്രീകൾ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാരും. പുരുഷന്മാരാണെങ്കിൽ അവരുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും, ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്കും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അമ്മ, സഹോദരി, മകൾ, സ്ത്രീ സുഹൃത്തുക്കൾ, ഭാര്യ, ഇത് പുരുഷനും. അതുപോലെ തന്നെ സ്ത്രീക്കാണെങ്കിൽ അവർ തന്നെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ അമ്മ, അവരുടെ മകൾ, ഇവർക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമോ ശാരീരിക വിഷമോ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ മധ്യഭാഗത്തുള്ള പകുതിയിലുള്ള ആ ദിവസങ്ങളിൽ, ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ 12, 13, 14 പുലർച്ചെ വരെയും, പിന്നെ 16 ഉച്ചയ്ക്ക് ശേഷം
17, 18 രാത്രി വരെയും ഗുണമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11-ലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ബുധൻ സഞ്ചരിക്കുന്ന രാശി എന്ന് പറയുന്നത് 6-ലാണ്. 6-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് താരതമ്യേന ഭേദം എന്നേ പറയാൻ സാധിക്കൂ. പക്ഷേ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം കാണുന്നുണ്ടെങ്കിലും ടാക്റ്റിക്സ് സംബന്ധമായിട്ട് തങ്ങൾക്കറിയാവുന്ന കഴിവുകൾ ഉപയോഗിച്ച്, സ്കിൽസ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കും വലിയ ദോഷമുണ്ട്. എന്നാൽ ത്വക്ക് സംബന്ധമായ രോഗമോ നയനങ്ങൾക്കോ അതുപോലെ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബേസിക്കലി ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുള്ളതും, അങ്ങനെയൊന്നും അസുഖമില്ലാത്തവർക്ക് ഈ പറയുന്ന ശാരീരിക അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അമ്മാവന്മാരുമായി, അമ്മയുടെ സഹോദരന്മാരുമായി ചിലപ്പോൾ ചെറിയ കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. സ്വന്തം ശരീരത്തിൽ ശസ്ത്രക്രിയ വേണ്ടി വരുന്നേക്കാം ചിലർക്കെങ്കിലും. ചില മുറിവുകൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഉണങ്ങാതെ ഇരുന്ന് വല്ലാത്ത ആശങ്കയൊക്കെ മനസ്സിനോ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരുടെ ഏറ്റവും ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഇപ്പോഴും അവരെ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അല്പം കാത്തിരുന്നാൽ അതെല്ലാം വിജയമായി മാറും എന്നുള്ള ഒരു മനസമാധാനം 11-ലെ വ്യാഴൻ തരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഏറ്റവും ഒടുവിൽ ഇവർക്ക് വിജയമായിരിക്കും ഉണ്ടാവുക. 2025 പൊതുവെ ഇവർക്ക് ഗുണമാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ ആഴ്ചയിൽ അവർക്ക് ആഴ്ചയുടെ തുടക്കത്തിലെ 3 ദിവസങ്ങൾ നല്ലതാണ്. പിന്നീട് ഒടുക്കത്തെ 2 ദിവസങ്ങളും താരതമ്യേന ഭേദപ്പെട്ടതായിട്ട് കാണുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ചിലവർ അല്പം വർദ്ധിച്ചിരിക്കാം ആഴ്ചയുടെ തുടക്ക ദിവസം. എന്നാൽ അത് ഒക്കെ മാറുന്നു. ഏതാണ്ട് ആഴ്ചയുടെ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാണുന്നു. എന്താണോ ചിലവായത് അതിന് ഇരട്ടി പണമൊക്കെ വന്നു ചേരും എന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിലെ മുറിവുകൾ, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ തീയ്, ഇലക്ട്രിസിറ്റി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ട്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 14-ാം തീയതി പുലർച്ചെ മുതൽ 15, 16 ഉച്ചവരെ ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനുമാണ് താരതമ്യേന ഗുണമായിട്ട് ഉള്ളത്. ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെയും മോശപ്പെട്ട സ്ഥലത്താണ്. 7-ൽ ശനി കണ്ടകനായി വർത്തിക്കുന്നു. അഷ്ടമത്തിലെ രാഹു പ്രശ്നക്കാരനാണ്. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവും പ്രശ്നക്കാരനാണ്. വ്യാഴം 10-ലാണ്. 10-ലെ വ്യാഴന് കണ്ടകവ്യാഴൻ്റെ ഒരു സ്ഥാനമുണ്ടെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇവർക്കൊരു ഈശ്വരാനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടായാലും വരുമാനത്തിന് വലിയ ദോഷം കാണുന്നില്ല. 12-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് ചിലവ് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും തർക്കവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിലോ കേസിലോ ഒക്കെ ഇടപെടേണ്ടി വന്നേക്കാം. ശാരീരികമായ അവശതയുണ്ടാകാം. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് ഈ ചൊവ്വ 8-ലേക്ക് നോക്കുമ്പോൾ അത് 7-ാം ഭാവത്തിലേക്കാണ് നോട്ടം. 7 എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽ ഭാഗക്കാർക്ക് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുകയും ശുക്രൻ നിൽക്കുകയും അവിടെ ചൊവ്വയുടെ ദൃഷ്ടി വരികയും ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചിന്തിക്കണം. ശുക്രൻ 7-ൽ നിൽക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ശനി 7-ൽ നിൽക്കുന്നത് കണ്ടകനാണ്. 7-ലെ ചൊവ്വയുടെ 8-ലെ നോട്ടം എന്ന് പറയുന്നത് ഇവിടെ ചന്ദ്രാല 7-ാം ഭാവമായ കുംഭത്തിലേക്കാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് പിണക്കം കൊണ്ടോ വഴക്ക് കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി കലഹം തന്നെ ഉണ്ടാവാം. മറ്റേതെങ്കിലും പഴയ വാശിയോ വൈരാഗ്യമോ ഒക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരികയും അതിൻ്റെ സ്പർദ്ധ വർദ്ധിക്കുകയും ചെയ്യാം. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിക്ക്. ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നൊക്കെ കടന്നു വരാം. എന്തായാലും ഇത് ഒരുപക്ഷെ കുടുംബത്തിൽ തന്നെ ആവണമെന്നില്ല. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങേയറ്റത്തെ സൗമ്യതയോടുകൂടിയും ദീർഘവീക്ഷണത്തോടു കൂടിയും ഓരോ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒക്കെ ചെയ്താൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു, അഷ്ടമം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെയെല്ലാം ഇട്ടുകൊണ്ട് ചിന്തിക്കണം. മാത്രമല്ല അറിഞ്ഞുകൂടാത്തത്, അപ്രത്യക്ഷമായി നിൽക്കുന്നത്, പ്രതീക്ഷിക്കാതെ വന്നു പെടുന്നത്, മരണം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ഒക്കെ 8-ാം ഭാവമാണ്. നിധിയും അവിടെ നിന്നാണ് വരുന്നത്.
അങ്ങനെ 8ാം ഭാവത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ രാഹു നിൽക്കുമ്പോൾ ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കുക, അപവാദങ്ങൾ ഉണ്ടാവുക, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുക, അണുബാധയുണ്ടാവുക, വസ്തുക്കളിൽ നിന്ന് വിഷം ഉള്ളിലേക്ക് വ്യാപിക്കുക, ഇതിനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. സാധ്യതകൾ പറയാതെ വയ്യ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവരെ സംബന്ധിച്ച് അനുഗ്രഹമായി നിൽക്കുന്ന ഗ്രഹം 5ലെ ബുധനും 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവുമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. തൊഴിൽ, സാമ്പത്തികം ഇതൊന്നിലൊന്നും ദോഷമുണ്ടാകുന്നില്ല. ചിലവ് വർദ്ധിച്ചിരിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 പുലർച്ചെ വരെയും ശേഷം 16 ഉച്ചയ്ക്ക് ശേഷം 17, 18 രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതിപ്പോഴും 9ാം ഭാവത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. 11ലെ ചൊവ്വ സാമ്പത്തികമായ നേട്ടത്തെ കാണിക്കുന്നു. ചൊവ്വയ്ക്ക് പുറകോട്ട് സഞ്ചാരമൊക്കെ ഉണ്ട്. എന്നാൽ പോലും പാപഗ്രഹമായ ചൊവ്വയ്ക്ക് പുറകോട്ട് സഞ്ചാരം എന്നൊക്കെ പറയുന്നത് അത്ര ദോഷമൊന്നും അല്ല. മാത്രമല്ല, ഈ പുറകോട്ടുള്ള വക്രസഞ്ചാരം ഒരു തോന്നൽ മാത്രമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മറ്റു ഗ്രഹങ്ങൾ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ സ്ലോയിൽ, അതായത് വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നതിനെ ഒരിക്കലും നമ്മൾ റിയലായി പറയാൻ പാടില്ല എന്നാണ് പ്രമാണം. അതുകൊണ്ടാണ് വക്രഗതിയെക്കുറിച്ച് അധികം പറയാത്തത്. എന്തായാലും രാശി വിട്ട് അത് വീണ്ടും മിഥുനത്തിലേക്ക് പോകുന്ന സമയത്ത് വേണം ചൊവ്വയുടെ മറ്റു ഭാവങ്ങളെക്കുറിച്ച് പറയാൻ. ഇപ്പോൾ എന്തായാലും അത് കർക്കിടകം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കന്നിക്കൂറിനെ സംബന്ധിച്ച് അത് 11ആണ്. അതുകൊണ്ട് വരുമാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം ശുഷ്കാന്തിയോടുകൂടി കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുമെന്ന് കാണുന്നു. കൃത്യമായി അവർക്ക് വരുമാനം കിട്ടുകയും ചെയ്യുമെന്നാണ് വിധി. 9ലെ വ്യാഴം അതിനവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, 6ൽ നിൽക്കുന്ന ശനി ഇവർക്ക് വളരെ ഗുണമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും ഇപ്പോൾ പ്രവർത്തനക്ഷമമാവുകയും മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സ്, ശാരീരിക ശക്തി ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി. എന്തായാലും ശുക്രൻ 6ൽ നിൽക്കുന്നത് നല്ലതല്ല. ദാമ്പത്യ പ്രശ്നങ്ങൾ ഇവർക്കും ഉണ്ടാകാമെന്ന് കാണുന്നു. കാരണം 7ൽ രാഹുവാണ്, 6ൽ ശുക്രനാണ്, ജന്മത്തിൽ കേതു. ഇതൊക്കെ തന്നെയും ദാമ്പത്യ സംബന്ധമായ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ, കൂട്ടുചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയവും പരസ്പരം ഇഴചേരാത്ത, മുഴച്ചു നിൽക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളാവാം, അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടാത്തതിൻ്റെ വശ്യത കുറവാകാം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ചേർന്ന പ്രവർത്തനങ്ങൾ വിജയത്തെ കാണുമോ, വിജയത്തെ പ്രാപിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോൾ നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കിയേക്കാം ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക, സുതാര്യത നിലനിർത്തുക, പരസ്പരം കബളിപ്പിക്കാതെയും വഞ്ചിക്കാതെയും ഇരിക്കുക എന്നത് മാത്രമാണ് പറയേണ്ടത്. ശുക്രൻ്റെ 6ലെ നില എന്തായാലും പ്രശ്നമാണ്. കാലപുരുഷ ജാതകത്തിൽ 6ലെ ശുക്രന് നീചത്വം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ശനിയുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ 6ലെ ശനി ഇൻഡിപെൻഡൻ്റായി ചിന്തിക്കുമ്പോൾ ഗുണമാണ്. അതുപോലെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും ഇവർക്ക് വീടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറ്റാൻ, പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ, സൗന്ദര്യവും ആരോഗ്യ സംബന്ധമായി ഉയർന്ന ലെവലിൽ നിൽക്കുന്നതുമായ ഗ്രഹാന്തരീക്ഷത്തിൽ താമസിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. അമ്മാവന്മാരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പൊതുവെ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇവർക്ക് സൗമ്യത പുലർത്താനും മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ചോദ്യം വരാം, ജീവിത പങ്കാളിയുമായി ഇതേ സൗമ്യത നിലനിർത്തിക്കൂടെ, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നിടത്ത് അങ്ങനെ സൗമ്യത നിലനിർത്തിക്കൂടെ എന്നൊക്കെ. 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വരുന്ന 7ാം ഭാവത്തിൽപ്പെട്ട, അതായത് ഈ നക്ഷത്രക്കാരോട് ചേരുന്നവർ ചിലപ്പോൾ വിരോധത്തിൽ നിന്നാൽ മതിയല്ലോ. അവരുടെ അഭിപ്രായങ്ങൾ സ്ഥിരമായി നെഗറ്റീവായിരുന്നാൽ ഈ നക്ഷത്രക്കാർക്കും അത് ഫീൽ ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉദര സംബന്ധമായ കാര്യങ്ങളാണ്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലം വയറിന് അസ്വസ്ഥത, ഹൃദയവേദനയാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകാം. അതിനുള്ള സാധ്യത കാണുന്നു. അത്തരം ആഹാരങ്ങൾ പരമാവധി നിയന്ത്രിച്ച് കഴിക്കുക എന്നതാണ് പരമപ്രധാനം. പിന്നെ ജെനിറ്റൽ ഓർഗൻസിന് പ്രശ്നമുണ്ടാകാം. ലോവർ അബ്ഡമിൻ കീഴ്വയർ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ലിവറിനെയും വൃക്കയെയും കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15, 16-ാം തീയതി ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ വ്യാഴം, അതാണ് ഏറ്റവും പ്രധാനം.
തുലാക്കൂറിൽപ്പെട്ട പലരും വിളിക്കുമ്പോൾ പറയുന്നത് തന്നെ കാര്യങ്ങൾ അടുത്ത് എത്തുന്നു, പക്ഷേ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. വിചാരിച്ചിരിക്കാതെ പല കാര്യങ്ങളും പരാജയത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അത് നടക്കാതെ പോവുകയോ ചെയ്യുന്നു. ഈശ്വരാധീനം എന്ന് പറയുന്നത് പരമപ്രധാനമായ കാര്യമാണ്. ഒരു ജാതകം നോക്കുമ്പോൾ ആദ്യം ആയുസ്സും പിന്നെ ഭാഗ്യവുമാണ് നോക്കുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഇല്ലെങ്കിലും ആ ജീവിതം മുമ്പോട്ട് പോകും. കഴിവുകൾ ഉണ്ടായിരിക്കുക, സമർത്ഥനായിരിക്കുക, പക്ഷേ ഭാഗ്യക്കേട്, അല്പായുസ്, ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമെന്താണ്? അപ്പോൾ ഭാഗ്യവും ആയുസ്സും അതൊരു പരമപ്രധാനമായ കാര്യമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആയുസ്സും കാണും, ആയുസ്സുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ഇവിടെ 8-ൽ വ്യാഴം പോയി നിൽക്കുമ്പോൾ ഈശ്വരാധീനം കുറയുന്നു, ഭാഗ്യം പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ പലതും അവർക്ക് സ്പൂണിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിൽ വെച്ച് നഷ്ടപ്പെടുക എന്നൊരവസ്ഥ ഉണ്ടാകാം. എന്തായാലും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുണമായി നിൽക്കുന്നത് 5-ൽ നിൽക്കുന്ന ശുക്രനാണ്. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും താരതമ്യേന ഗുണമാണ്. 6-ൽ സഞ്ചരിക്കുന്ന രാഹു പ്രയോജനം ചെയ്യുമെങ്കിലും പകുതി പ്രയോജനം ദോഷവുമാണ്. 12-ലെ കേതു നഷ്ടങ്ങൾ, വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. തങ്ങൾ കൊണ്ടുവന്ന ഒരു ഇമേജൊക്കെ തകർന്നു പോകാം. അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നോക്കുന്നുണ്ട് ഈ കേതുവിനെ എന്നുള്ളത് കൊണ്ട് അപമാനവും പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുമെങ്കിലും മറ്റു പല തടസ്സങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ, പഠന സംബന്ധമായ കാര്യങ്ങൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ ജോലിയോ പഠനമോ, ഈ കാര്യങ്ങൾ, ഇതിലൊക്കെ എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുന്നതാകാം. നടക്കില്ല എന്നല്ല, കുറച്ച് കാലതാമസം ഉണ്ടാകാം. 5-ലെ ശുക്രനാണ് ഏതെങ്കിലും വിധത്തിൽ ഇവർക്കിപ്പോൾ ഗുണം ചെയ്യുക. പക്ഷേ ആ ശുക്രന് പാപയോഗം ഉണ്ട് എന്നുള്ളത് ശനിയുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും ചൊവ്വയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ടും അതിനും ചിലപ്പം തടസ്സങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള ഊർജ്ജസ്വലതയാണ് പ്രധാനം. അത് ചൊവ്വ സമ്മാനിക്കുന്നു. പ്രവർത്തിക്കാൻ ഒരിടമുണ്ടാവുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും. ആ അവസരത്തിലാണ്, ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇവർ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു കർമ്മമേഖലയുണ്ടാവും, അതിൽ നിന്ന് കൃത്യമായ വരുമാനവും ഉണ്ടാകും. വർദ്ധിച്ച ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വികസിതമായ ആഗ്രഹങ്ങൾ, വലിയ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ കുറച്ചു കാലത്തേക്കൊന്ന് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങളിൽ ഭാഗ്യതടസ്സവും ഉണ്ടാകുന്നു. ബാക്കി ഗ്രഹങ്ങൾ നല്ല അടുത്തൊക്കെ വരുമ്പോൾ 15-20 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗ്രഹങ്ങൾ മാറും. അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല മെയ് മാസത്തോടു കൂടി വ്യാഴം ഇവർക്ക് 9-ലോട്ട് പോകുന്നത് കൊണ്ട് ഗുണവുമുണ്ട്. എന്തായാലും ഈ ആഴ്ചയിൽ ഇതാണ് ഇവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ. ശാരീരികമായ അവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ ചിന്തിക്കേണ്ടത് ഇവർക്ക് ഡയബറ്റിസ് ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. കണ്ണിനും ഹൃദയത്തിനുമൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിന് ആഴ്ചയുടെ പകുതിക്ക് ശേഷം ശാരീരികമായ എന്തെങ്കിലും അവസ്ഥയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണം എന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 14-ാം തീയതി പുലർച്ചെ മുതൽ 15, 16, 17, 18 രാത്രി വരെയും നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 2-ൽ സഞ്ചരിക്കുന്ന ബുധൻ, 14-ന് ശേഷം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന, അതായത് 14-ാം തീയതി തൊട്ട് 3-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ, ഇത്രയും ഗുണമാണ്. 4-ലെ ശുക്രനും താരതമ്യേന ഗുണം തന്നെയാണ്. പക്ഷേ ശുക്രന് ഞാനീ പറഞ്ഞ പാപയോഗവും പാപ വീക്ഷിത അവസ്ഥയുമൊക്കെ ചെറിയ ദോഷങ്ങൾ ചെയ്യും. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരിക, വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാകുക, മാതാവിന് അവശത, മാതൃകുടുംബത്തോട് അലർജി, മാതാവിൻ്റെ അഭിപ്രായങ്ങൾ ധിക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മാതൃസഹായങ്ങളെ തിരസ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിൽ മാതാവിനെ വിഷമിപ്പിക്കുന്ന അവസരങ്ങൾ കാണുന്നുണ്ട്. വാഹനം പുതിയത് എടുക്കുന്നു എങ്കിലും അതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരാം. ചിലപ്പോൾ എടുത്ത വാഹനം ഉടനെ ഉപയോഗിക്കാൻ പ്രാപ്തമായില്ല എന്ന് വരാം. അതുപോലെ കുടുംബത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പങ്കുകൊള്ളാൻ സാധിക്കണമെന്നില്ല, കുറച്ച് ദിവസത്തേക്കെങ്കിലും. പക്ഷേ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവരുടെ പല ദിവ്യമായ കൂട്ടുകളെയും പരിരക്ഷിക്കും, പല ഉത്തമ സൗഹൃദങ്ങളെയും സംരക്ഷിക്കും. വിവാഹബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിധിവരെ മാറ്റം വ്യാഴം സമ്മാനിക്കും. പുതിയ ചില ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽ സംതൃപ്തരായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ ഒരു പരിചയപ്പെടലോ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ശുഭപ്രതീക്ഷകൾ ഉണ്ടാകും.
യാത്ര ഗുണകരമായിട്ട് വരും. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ കാര്യത്തിലായാലും പഠനത്തിൻ്റെ കാര്യത്തിലായാലും അവിടെ താമസിക്കുന്നതിന് അനുമതി നേടുന്നതിൻ്റെ കാര്യത്തിലായാലുമൊക്കെ ശുഭപ്രതീക്ഷകൾക്ക് വകയുണ്ട്. മധ്യസ്ഥത നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്കിപ്പോൾ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. ഗവേഷണ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ജോലിയോ പൊസിഷനോ ഒക്കെ നേടാൻ സാധിക്കും. വ്യക്തി എന്ന നിലയിൽ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ ഇവർക്കിപ്പോൾ ദോഷമൊന്നുമില്ല. ഒരുമിച്ച് ചേരുന്ന പ്രത്യേകിച്ചും ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങളിൽ, അതായത് കുടുംബ ബന്ധങ്ങളിലാണ് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. കണ്ടകശനിയുടെയും ശനിയോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെയും ചൊവ്വ അവിടേക്ക് നോക്കുന്നതിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് 4-ാം ഭാവം കൊണ്ട് മാതാവിനെയും തങ്ങുന്ന ഇടങ്ങളെല്ലാം മാതാവ്, കുടുംബം, മാതൃകുടുംബം, വാഹനം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ്, അതായത് പെറ്റ്സ്, വളർത്തുമൃഗങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. 2-ലെ ബുധൻ ഇവർക്ക് സൗമ്യമായി സംസാരിക്കുവാനും തങ്ങളുടെ ബുദ്ധി ഏറ്റവും പ്രായോഗികമായ രീതിയിൽ മറ്റുള്ളതിലൊക്കെ ചെലുത്തുവാനും സാധിക്കുന്നതുകൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും ധനപരമായ കാര്യത്തിലും ജോലി സംബന്ധമായ കാര്യത്തിലും ഉയർച്ചയുണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 17-18 രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 6-ലെ വ്യാഴ സഞ്ചാരം അത്ര നല്ലതല്ല. 8-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, അതും നല്ലതല്ല. ജന്മത്തിൽ നിൽക്കുന്ന ബുധനും 3-ൽ നിൽക്കുന്ന ശുക്രനും അത്ര നല്ലതല്ല. ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ നല്ലതാണ്. അതുപോലെ 4-ാം ഭാവത്തിലെ രാഹു, കേന്ദ്രസ്ഥാനത്ത് പാപഗ്രഹമായ രാഹു നിൽക്കുന്നു. 10-ാം ഭാവത്തിലൊഴികെ രാഹു 1, 4, 7 ഭാവങ്ങളിൽ രാഹു നിൽക്കുന്നു, അത്ര നല്ലതല്ല. 10-ാം ഭാവം ഒഴികെ. 10-ൽ നിന്നാൽ അത് വൈദ്യകാരകത്വം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച, ബുദ്ധിശക്തിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 4 നിൽക്കുമ്പോൾ 4-ൽ നിന്ന് 10-ലേക്കൊരു ദൃഷ്ടി വരുന്നു. അവിടെ കേതു നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ നക്ഷത്രക്കാരായ വ്യക്തികളെ ഹറാസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് വലിയ താല്പര്യമുണ്ടാകും. അപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക, തങ്ങൾ ചെയ്ത പ്രവൃത്തികൾ എത്ര സത്യസന്ധമായാലും അതിനെ ആ രീതിയിൽ കാണാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു മാനസിക ശക്തി നൽകുന്നത് ഈ 3-ലെ ശനിയാണ്. 7.5 ശനിക്ക് ശേഷം 7.5 ശനിക്ക് ശേഷം 3-ലേക്ക് ശനി പോകുമ്പോൾ അത് വളരെ വലിയ ഉത്സാഹവും ഊർജ്ജസ്വലതയും ഈ നക്ഷത്രക്കാരിൽ ചെലുത്തും. അതുകൊണ്ട് തന്നെ എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ അക്കരെ ഒരു ശുഭപ്രതീക്ഷയുടെ തിരുനാളമുണ്ട് എന്നുള്ള അവസ്ഥയിൽ ഇവർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും തോറ്റു പിന്മാറേണ്ടി വരും. രാഹുകേതുക്കൾ ഇല്ലാത്തതുണ്ടെന്ന് സൂചിപ്പിക്കുകയും ഉള്ളതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഛായാവിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഇലൂഷനെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. 6-ലെ വ്യാഴം അതിന് ഈശ്വരാധീനം നൽകുന്നില്ലെങ്കിലും ബാക്കി ഗ്രഹങ്ങളുടെ താൽക്കാലിക സ്വാധീനം ഇവർക്ക് ഗുണത്തെ ചെയ്യും. എന്നാലും വളരെ കരുതൽ വേണം. അഷ്ടമത്തിലെ ചൊവ്വ ഇവർക്ക്, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ദാമ്പത്യ കലഹവും ദാമ്പത്യത്തിൽ വേർപാടുമൊക്കെ സൃഷ്ടിക്കുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അപകട സാധ്യതകളും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കാരണം ഈശ്വരാധീനവും കുറവാണ്. ചൊവ്വ പോയി ദോഷസ്ഥലത്ത് നിൽക്കുന്നു. ആകെ നിൽക്കുന്ന ഗുണപ്രദമായത് ശനി മാത്രമാണ്, ബുധനും. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം മാത്രമേ ഇവർക്കുണ്ടാകൂ എന്ന കരുതൽ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14 പുലർച്ചെ വരെയും താരതമ്യേന ഗുണമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 7-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. 12-ൽ ബുധൻ, 14-ന് ശേഷം ജന്മത്തിലേക്ക് സൂര്യൻ, അതുപോലെ ശുക്രൻ 2-ൽ, ശനിയും 2-ൽ, 3-ൽ രാഹു. താരതമ്യേന ഭേദപ്പെട്ട ഒരു ഗ്രഹനില ആണ് ഇവർക്കിപ്പോൾ ഉള്ളത്. കാരണം 3-ലെ രാഹു ഉത്സാഹത്തെ വർദ്ധിപ്പിക്കും. തങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്പം ദോഷം ശാരീരികമായി ഉണ്ടാകാം എന്ന ആശങ്കകളിൽപ്പെടാം. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണ്. തങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തങ്ങളുടെ മനസ്സിൻ്റെ ഡിസയർ എന്താണോ, ആഗ്രഹം എന്താണോ, അതിനെയൊക്കെ റിയലൈസ് ചെയ്യാനുള്ള, യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ഒരു പ്രവണതയും ശക്തിയും ഇവരുടെ മനസ്സിനുണ്ടാവും. അത് ശക്തമായ സാമ്പത്തിക നേട്ടത്തിന് ഇവരെ സഹായിക്കും. 5-ലെ വ്യാഴം അതിന് ഈശ്വരാധീനം നൽകുകയും ചെയ്യും.
ഏഴിലെ ചൊവ്വ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാം, ചിലപ്പോൾ ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. കലഹത്തിന് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഏഴിലെ ചൊവ്വയ്ക്ക്. കാരണം ഏഴിലെ ചൊവ്വ അതിനുവേണ്ടിയുള്ള മാത്രമല്ല, ദാമ്പത്യകാരകനായ ശുക്രനെ ചൊവ്വ വീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക, ജീവിത പങ്കാളിയുമായി കലഹിക്കുക, അവർക്ക് ശാരീരികമായ അവശതയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാവുക, അകന്നു നിൽക്കേണ്ടി വരിക, ദാമ്പത്യത്തിൻ്റെ ആ ഒരു ഫുൾഫിൽമെൻ്റ് അവിടെ ഉണ്ടാവണം എന്നില്ല. ചൊവ്വയൊക്കെ 45 ദിവസമേ ഒരു രാശി നിൽക്കൂ, എന്നാൽ ഇക്കുറി പുറകോട്ടൊക്കെ സഞ്ചാരം കൊണ്ട് കൂടുതൽ നിൽക്കുന്നു എന്നാണ് പ്രമാണം. എന്തായാലും അത്തരം ദോഷങ്ങളൊന്നും തന്നെ ഇവരെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം 5 പൂർവ്വപുണ്യത്തിൻ്റെ രാശിയാണ്. ലഗ്നാലാണ് പൂർവ്വപുണ്യത്തിൻ്റെ രാശിയെങ്കിലും ചന്ദ്രാൽ 5-ൽ നിൽക്കുമ്പോഴും വ്യാഴം ഈശ്വരാധീനത്തിൻ്റെ പ്രതീകമായി തന്നെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ ദോഷങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കും. 2-ലെ ശുക്രൻ ഇവർക്ക് നല്ല സൗമ്യമധുരമായി സംസാരിക്കുവാനുള്ള ശക്തിയും അതിന് തക്കവണ്ണം അവരുടെ കർമ്മമേഖലയിൽ തിളങ്ങാനും അവർക്ക് സാധിക്കും. അത് സാമ്പത്തികമായ നേട്ടത്തെയാണ് കാണിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട് നിർമ്മാണമോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനോ പ്രോപ്പർട്ടി വാങ്ങാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. വാഹനത്തിലും അത്തരം കാര്യങ്ങളുണ്ടാകാം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാം. സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് കൂടുതൽ കമ്പമുണ്ടാകാം. നല്ല വസ്ത്രം ഒക്കെ ലഭിക്കാം. വെളുത്ത വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കച്ചവടമോ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുകയോ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ശുക്രൻ വസ്ത്രത്തിൻ്റെ കൂടി ആളാണ് ഒക്കെ ചില സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ സാധിക്കും. അതുകൊണ്ട് പൊതുവേ നല്ലതാണ്. ഇവരെ സംബന്ധിച്ച് സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം 12-ൽ 14-ാം തീയതി നിൽക്കുന്ന സൂര്യനും അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്ന സൂര്യനുമാണ്. ഉൾച്ചൂടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ശരീരത്തിൻ്റെ ഈ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചില അസുഖങ്ങൾക്ക് വഴിവെക്കാം. പൊതുവേ ഹൃദയത്തിനോ കണ്ണിനോ ഞരമ്പുകൾക്കോ പ്രശ്നങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാം. പിതാവുമായി ബന്ധപ്പെട്ടും ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത, മേലധികാരികളുമായി തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15, 16 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം പരമപ്രധാനമാണ്. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണത്തെ കൊടുക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 6-ൽ നിൽക്കുന്ന ചൊവ്വയുടെ ഗുണവും ദോഷവും ഒരുപോലെ ചിന്തിക്കണം. 6-ൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ കടബാധ്യതയിൽ നിന്നൊക്കെ ഇവർക്ക് താൽക്കാലിക ആശ്വാസം, പെട്ടെന്ന് ചില വായ്പകൾ അനുവദിച്ച് കിട്ടൽ, കുറച്ച് പണം പെട്ടെന്ന് വരിക, അതൊക്കെ താൽക്കാലികമായി വളരെ ആശ്വാസം ഇവർക്ക് നൽകുന്നുണ്ടെങ്കിലും ഉദരസംബന്ധമായ അസുഖമോ ചില പരിഹാസങ്ങളോ വിമർശനങ്ങളോ താങ്ങാതെ വരികയോ ഒക്കെ ചെയ്യാം. ജലസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. ജലത്തിൽ നിന്ന് ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അവശതയോ ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ചും ഉദരം എന്ന് പറയുന്നത് ഒരേപോലെ വായുവിനും ജലത്തിനും കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏരിയയും വാട്ടർ സൈനായും ഒക്കെ അതിനെ സിംബിളൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എന്തെങ്കിലും ദോഷഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഉദരത്തിൽ നീർ സംബന്ധമായോ ജലദോഷ സംബന്ധമായോ എന്ന് പറഞ്ഞാൽ ലിവറിൽ പ്രോബ്ലം ഉണ്ടാകാം. ഫാറ്റി ലിവറൊക്കെ അതിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മഹോദരം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ ലഹരി വസ്തുക്കളുടെ ആഭിമുഖ്യമുണ്ടാകാം. ശുക്രന് ശനിയുമായി യോഗവും ചൊവ്വയുടെ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് അല്പം മോശപ്പെട്ട ശുക്രനാണ് നിൽക്കുന്നത്. ഗുണം തരും, പ്രശസ്തി തരും, പണവും തരുമെങ്കിലും സ്വഭാവ മഹിമയ്ക്ക് കോട്ടമുണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതും ഈ പറയുന്ന അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വേണം ചിന്തിക്കാൻ. മദ്യപാനം, അതുപോലെ തന്നെയുള്ള കൂട്ടുകെട്ടുകൾ, അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ വിഷമങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുംഭക്കൂറിനെ സംബന്ധിച്ച്. മാത്രമല്ല 2-ലെ രാഹു പെട്ടെന്ന് ധിഷണയിൽ ബുദ്ധിയിൽ ചില മായാവിലാസങ്ങൾ ചെലുത്തും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് റിയലൈസ് ചെയ്യണമെന്നില്ല ദുരന്തങ്ങളെ, മോശാവസ്ഥകളെ. ആദ്യം മധുരമായി തോന്നും, പിന്നെ കഴിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. തെറ്റിദ്ധാരണകൾക്കിടയുണ്ടാക്കാവുന്ന വാചകങ്ങൾ ഈ നക്ഷത്രക്കാരിൽ നിന്നുണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ യാത്ര ചെയ്യുമ്പോഴും ആളുകളുമായി ഇടപഴകുമ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചീത്തപ്പേരോ പ്രശ്നങ്ങളോ നമുക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകമായി കരുതുക. സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. 4-ലെ വ്യാഴം അതിനനുഗ്രഹിക്കും. അതുപോലെ തന്നെ ജന്മത്തിലെ ശുക്രനും 6-ലെ ചൊവ്വയും ഒരു പരിധിവരെ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയാണ്. 11-ലെ ബുധനും സ്വന്തം കഴിവ് ഉപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് 14-ാം തീയതി പുലർച്ചെ മുതൽ 15, 16, 17, 18 രാത്രി വരെയും ഗുണമാണ്. ശേഷം മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്.
മൂന്നാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തികമായി പരുങ്ങലിലാക്കും എന്ന് പ്രമാണമുണ്ട്. അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിലെ ചൊവ്വ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സിനെ സമ്മാനിക്കുമെങ്കിലും എടുത്തുചാട്ടത്തിൻ്റേതായ ദുരന്തങ്ങളും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. സന്താനങ്ങൾക്കത്ര നല്ലതല്ല. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ജലദോഷ സംബന്ധമായ നീർദോഷ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. ഏറ്റവും പ്രധാനം ഇത് പറയുമ്പോൾ നീർദോഷം എന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കരുത്. റെസ്പിറേറ്ററി ഡിസീസാണ് ഏറ്റവും പുതുതായിട്ട് കൊറോണയുടെ വകഭേദം കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നമെന്ന് പറയുന്നുണ്ട്. നീർദോഷത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന റെസ്പിറേറ്ററി ഡിസോർഡേഴ്സാണ്. അതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വേറൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ലെ ശുക്രൻ ശനിയുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെയും ദാമ്പത്യത്തിൽ കരുതൽ വേണം. പ്രത്യേകിച്ച് ജന്മത്തിൽ നിന്നുകൊണ്ട് രാഹു 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ, അബദ്ധ ചിന്തകൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കൽ, അത് മദ്യപാനം പോലെയോ മറ്റേതെങ്കിലും ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ ആണെങ്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം സംശയത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നത് മദ്യപാനവും ലഹരിയും ഉപയോഗിക്കുമ്പോഴാണ്. ചിലപ്പോൾ ഒരു കാരണവും ഉണ്ടാവണമെന്നില്ല. അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകാം ഈ പറയുന്ന മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. കാരണം ജന്മത്തിൽ രാഹുവും 7-ൽ കേതുവുമാണ്. ഇവർ പരസ്പരം വീക്ഷിക്കുന്നതിനാൽ ഈ രണ്ടുപേരുടെയും ദോഷാവസ്ഥകൾ 2 ഭാവങ്ങളിലും ഉണ്ടാകാം. വ്യക്തികൾക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്കും ഉണ്ടാകാം, അവരുടെ ജീവിത പങ്കാളികളുമായിട്ടുള്ള ജീവിതത്തിലും ഉണ്ടാകാം. അതുകൊണ്ട് വളരെ കരുതലെടുക്കുക. ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും ശ്രദ്ധിക്കുക. 5-ൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ ആ രാഹു അണുബാധ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുക. പരസ്പരം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ടത് ചിന്തിക്കുക. സാമ്പത്തികമായിട്ട് പരുങ്ങലുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിലെ ബുധൻ അതിന് ഒരു പരിധിവരെ ഇവരെ താൽക്കാലികമായിട്ട് സഹായിക്കും എന്ന് തന്നെ കരുതാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 17, 18 രാത്രി വരെയും ഗുണകരമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുന്നതും അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തേ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുന്നതും തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതും ഒന്നുമില്ലാത്തവരെ ചേർത്തു പിടിച്ച് അവരെ സഹായിക്കുന്നതും അഹങ്കാരമില്ലാതെ ജീവിക്കുന്നതുമൊക്കെ ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. 2 ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കറുത്ത വസ്ത്രം, പട്ടുവസ്ത്രം ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ സമർപ്പിക്കുക. എള്ളുതിരി കത്തിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ കടുംപായസം ഒക്കെ ചെയ്യാവുന്നതാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം വ്യാഴദോഷ പരിഹാരത്തിന് ജപിക്കുന്നത് ഏറ്റവും നല്ലത്. ഓം നാഗായ നമ എന്ന് ജപിക്കുക. 100 പാലും നൽകുക. അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. പിന്നെ ഈ പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം വരുന്ന ദിവസങ്ങളിലോ 100 പാലും നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുക. ഗണപതിയെ സ്തുതിക്കുക. കർഗമാല അർപ്പിക്കുക ശ്രീ മഹാഗണപതിക്ക്. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ജപിക്കുക. അതുപോലെ കർഗമാല അർപ്പിക്കുക, ഗണപതി ഹോമം നടത്തുക, ഉണ്ണിയപ്പ നിവേദ്യം, ഇതെല്ലാം കേതുദോഷ പരിഹാരത്തിനും ഉത്തമമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.